അപ്പോൾ ആത്മീയതയില് മൂല്യങ്ങളുള്ള ആത്മീയത എന്ന് പ്രത്യേകിച്ച് ഒരു വിഭാഗമുണ്ടോ, അതോ ആത്മീയത തന്നെ മൂല്യത്തിന്റെ പ്രത്യേകതയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൂല്യാധിഷ്ഠിത ആത്മീയതയെ കുറിച്ചാണ്. പറയുന്നത് ഇങ്ങനെയാണ്: വാല്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റി ബിൽഡ്സ് ക്യാരക്ടർ ഫോർ ഹാർമോണിയസ് ഹ്യൂമൻ ലിവിംഗ്. മൂല്യാധിഷ്ഠിത ആത്മീയത. മൂല്യാധിഷ്ഠിത ആത്മീയത എന്നത് മനുഷ്യനെ നയിക്കുന്ന ആന്തരിക ദിശാബോധമാകുന്നു. ആത്മീയതയെ മതത്തിന്റെ പരിധിയിൽ മാത്രം കാണാതെ മൂല്യങ്ങളുടെ സാന്നിധ്യമായി മനസ്സിലാക്കുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവേദിയാകുന്നു. ഭാവന മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനും മൂല്യങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ആ മൂല്യങ്ങളാണ് സ്വഭാവത്തെയും സാമൂഹിക ഇടപെടലുകളെയും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് മൂല്യാധിഷ്ഠിത ആത്മീയതയാണ് വ്യക്തിയെയും സമൂഹത്തെയും സുസ്ഥിരമായി വളർത്തുന്ന യഥാർത്ഥ അടിത്തറ. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ ആത്മീയതയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മൂല്യങ്ങൾ എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകിയിരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് മൂല്യം എന്നുള്ളതിന് ഊന്നിക്കൊണ്ടുള്ള ഒരു ആത്മീയത നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് തന്നെ മൂല്യമാണ് എന്ന് പറയുന്നത്? അതല്ലാത്ത ആത്മീയത ആധ്യാത്മികതയാണെന്നുള്ള ഒരു ഉപാംശം കൂടെ നമ്മൾ അതിനകത്ത് ചേർത്തിരുന്നു. അപ്പോ ഈ മതവിശ്വാസങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യബന്ധങ്ങളിൽ സംഘർഷം, തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം, ജീവിതത്തില് മീനിങ്ലെസ്നെസ് എന്നുള്ളതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൂല്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ മതവിശ്വാസം എന്ന് പറയുന്നത് ആത്മീയതയാണെന്ന് ധരിക്കുന്നുണ്ടല്ലേ നമ്മള്. അപ്പൊ അവിടെ ഈ സംഭവങ്ങളില്ലാത്തത്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് ഈ അതിനകത്തും വാല്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ ആത്മീയതയെ ആദ്യം തന്നെ നിർവചിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആത്മീയത എന്താണ് ആദ്യമായി നിർവചിക്കേണ്ടി വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പല അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. മതം ഉപയോഗിക്കുന്ന ഒരു രൂപത്തില്, നിരീശ്വര മതം ഇതിനെ ഉപയോഗിക്കുന്നത് മറ്റൊരർത്ഥത്തില്, പ്രാഭാവികതയെക്കുറിച്ച്, അതായത് പ്രപഞ്ചത്തിന്റെ പ്രഭാവങ്ങളെ കുറിച്ച്, അതിന്റെ ഭൗതികേതര അവസ്ഥകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്തുകൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്ന വേറൊരു അർത്ഥത്തിൽ. അപ്പോൾ പല അർത്ഥങ്ങളിലാണ് ആത്മീയത എന്നുള്ള പദം ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിർവചനം നമ്മൾ മുമ്പേ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പലരും പല രൂപത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെ ചർച്ച ചെയ്തതിന് ഒരു വ്യക്തത വരുത്തണം. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആത്മീയതയെ ചർച്ച ചെയ്യാൻ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു സാമൂഹ്യ നിർമ്മിതി, സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള ഒരു നിർമ്മിതിയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോ സുസ്ഥിരതയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കൂട്ടമായി ജീവിക്കുമ്പോഴാണെങ്കിൽ ശരി, വ്യക്തിപര ജീവിതം ജീവിക്കുകയാണെങ്കിൽ ശരി, കുടുംബപര ജീവിതം ജീവിക്കുകയാണെങ്കിലും ശരി, അതിനകത്ത് മൂല്യങ്ങൾ ഉണ്ടാവുകയും ആ ജീവിതം ട്രാൻസെൻഡന്റലായി സവിശേഷമായ ജീവിതം ആയിത്തീരുകയും ചെയ്യണമെങ്കിൽ ഈ ആത്മീയത എന്നുള്ള ആ ആശയം അതിനകത്തുണ്ടാവണം, അല്ലെങ്കിൽ ആത്മീയത അതിനകത്തുണ്ടാവണം. അത് പറയുമ്പോഴെല്ലാം തന്നെ ആളുകൾ മറ്റൊന്നാണ് ധരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നിർവചിച്ചു കൊണ്ടേ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ ഇത് പറയേണ്ടി വരുന്നത്. നമ്മൾ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയതയാണ്. കാരണം എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പോ ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഈശ്വര പ്രഭാവം എന്ന് പറയുന്നത് എല്ലായിടത്തും ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഈശ്വര പ്രഭാവം എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ തന്നെ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഭൗതികമായി ഇതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എങ്കിലേ ഈ ഭൗതികവാദികൾക്ക് അത് സ്വീകാര്യമാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയതയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഭൗതികവാദികൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ അവിടെ അപ്പോ വേറൊരു പ്രശ്നമുണ്ട്. ഭൗതികവാദികൾക്ക് സ്വീകാര്യമായി കഴിഞ്ഞാൽ ആത്മീയവാദികൾക്ക് പറ്റാതെ വരും. അപ്പോൾ ആത്മീയവാദികൾക്ക് സ്വീകാര്യമാകണം. അതുകൊണ്ടാണ് നമ്മൾ മൂല്യങ്ങളെ ആസ്പദമാക്കിയിട്ട് ഈ ആത്മീയത എന്നുള്ള വ്യാഖ്യാനം മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോഴാണ് മതാതീതമായിട്ടുള്ള ഒരു പൊതുവേദി, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്കിത് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ അടിസ്ഥാനമാകുന്ന ഒരു ജൈവ പ്രഭാവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജൈവികതയുടെ കുറച്ചുകൂടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സവിശേഷമായ പ്രാദേശികമായ രീതിയിലുള്ള അവതരണമാണ് ആത്മീയത എന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ചു പോകുന്നത്.
അപ്പോ നമ്മൾ ഇന്നത്തെ വിഷയം എടുത്തു കഴിഞ്ഞാൽ മൂല്യാധിഷ്ഠിത ആത്മീയത എന്ന് നമ്മൾ പ്രത്യേകം വിളിച്ചത്. ആത്മീയത മൂല്യാധിഷ്ഠിതമാണ്, എങ്കിലും നമ്മൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആത്മീയത എന്ന് പറയുമ്പോൾ അവിടെ മതപരമായിട്ടുള്ള ആത്മീയത, പിന്നെ ദൈവപരമായിട്ടുള്ള ആത്മീയത, ധർമ്മപരമായിട്ടുള്ള ആത്മീയത എന്നൊക്കെ പറയുന്ന പലതരം ആത്മീയതകൾ അപ്പുറത്ത് ഉപാഖ്യാനം ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ മുൻപോട്ട് വയ്ക്കുന്നതിനെ നമ്മൾ പ്രത്യേകം പേരിട്ട് വിളിക്കുന്നു മൂല്യാധിഷ്ഠിത ആത്മീയത എന്ന്. അവിടെ ആ ആത്മീയത പ്രകാരം നമുക്ക് നമ്മളൊരു വ്യക്തിയെ കാണുന്നത്, ഒരു സത്തയെ കാണുന്നത്, അതിന് മൂല്യങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതിനെ അതാക്കി മാറ്റുന്നത്, മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് അതിൽ ഉയർന്നു കാണുന്ന സവിശേഷതകളാണ്. ഈ സവിശേഷതകളാണ് അതിന് വിശേഷപ്പെട്ടതാക്കുന്നത്, വിലയുള്ളതാക്കുന്നത്. ആ വിലയാണ് മൂല്യം, അല്ലെ? മൂല്യം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിന്റെ വില എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഒന്നിനെ സവിശേഷമായി മാറ്റുന്നതാണ് അതിന്റെ വില, ആ വിലയാണ് മൂല്യം. അപ്പൊ ഒന്നിനെ സവിശേഷമായി മാറ്റുന്നതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിത്വത്തെ കാണുന്ന സമയത്ത് അതിനകത്ത് മൂല്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സത്തയുടെ അകത്ത് കാണുന്ന ധാർമ്മിക ബോധത്തിന്റെ പ്രകടനമാണ്. സവിശേഷത ചിലപ്പോ നല്ല സുന്ദരമായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് സവിശേഷതയാണ്, അതല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ നോക്കുന്ന സമയത്ത്, അതൊരു ശരീരത്തെ നോക്കുന്ന സമയത്ത് നമുക്ക് സൗന്ദര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിത്വത്തെ നോക്കുന്ന സമയത്ത് ആ വ്യക്തിത്വം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ പെരുമാറ്റം, അയാൾ ഏതു രൂപത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോ ധാർമ്മികമായ അയാൾക്കുള്ള ഒരു ബോധ്യം എന്താണ്, ആ ധാർമ്മിക ബോധ്യത്തിന്റെ പ്രകടനമാണ് അയാളിലെ ആ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്നത്. അതാണ് അയാളുടെ ജീവിതത്തെ നയിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു മാനദണ്ഡം, ഒരു ഇന്റേണൽ മെഷർമെന്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ ജീവിതത്തെ നയിക്കാൻ അയാൾ ആ അളവുകോൽ ഉപയോഗിക്കുന്നു. ഇത് അവരുടെ ധാർമ്മിക ബോധത്തിന്റെ പ്രകടനമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ അപ്പോഴാണ് നമുക്ക് അയാൾക്ക് മൂല്യമുണ്ടെന്ന് തോന്നുക. അങ്ങനെയുള്ള ഒരാള്, അതായത് അടിസ്ഥാനപരമായിട്ട് ആന്തരികമായ ഒരു ധാർമ്മിക ബോധം കൊണ്ട് നടക്കുന്ന ആള് സ്വാഭാവികമായി സാമൂഹികമായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. അപ്പൊ അയാളുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ അടിത്തറ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അയാളുടെ ധാർമ്മിക ബോധമാണ്. അത് പ്രകടമാകുന്നത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള ആ ഒരു അളവുകോൽ ഉള്ളത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ മൂല്യാധിഷ്ഠിത ആത്മീയത എന്ന് നമ്മൾ പറയുന്നത്. അതായത് സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടാകാൻ പാകത്തില് അയാളിൽ അടിത്തറയാകുന്ന ആന്തരിക മാനദണ്ഡം, അത് അയാളുടെ ധാർമ്മിക ബോധത്തിന്റെ അടിത്തറയാണ്, അല്ലെ ധാർമ്മിക ബോധമാണ്. അതിന്റെ പ്രകടനമാണ് ഈ മൂല്യാധിഷ്ഠിത ആത്മീയത. അപ്പൊ ഈ മൂല്യം എന്ന് പറയുന്ന ആ ഒന്ന് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? പ്രകടമായിട്ട് കാണുന്ന വെച്ചാൽ സാമൂഹികമായിട്ട് ഇടപെടലിന്റെ പക്വതയാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അയാൾ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത്, ആ ഇടപെടലിൽ അയാൾ എന്ത് പാകം എടുക്കുന്നു, ഒരു ക്രൗഡിനെ അയാൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ, ആൾക്കൂട്ടത്തോട് ഇടപെടുന്ന രൂപത്തിൽ, അവിടെ ഉണ്ടാകുന്ന ഒരു പക്വത. ഇപ്പോ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുന്ന ആ ഒരു പാകം. ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ നോക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാ വാഹനങ്ങളും സാധാരണ രീതിയിൽ മര്യാദയ്ക്ക് പോകും, സിഗ്നൽ കണ്ടാൽ നിൽക്കും, സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പുറത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തും, സിഗ്നൽ ആണെങ്കിലും. നമ്മൾ റോഡിൽ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെല്ലാം വരി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇടയിൽ കുത്തി കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്താണെന്ന് നോക്കും. അപ്പൊ ഇത് ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയല്ല, ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടു. നമ്മൾ മറ്റെന്താണ് സനാതനമെന്നും പുണ്യപുരാണമെന്നും ഒക്കെ വിളിക്കുന്ന ഈ ഒരു നാട്ടില് ആണ് ഇത്രയേറെ വൃത്തികേടുകൾ കാണുന്നത്. എന്തുകൊണ്ടാ? ഇത് സനാതനത്വം എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്? സനാതനത്വം നിറഞ്ഞു കവിഞ്ഞത് കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു പക്വത കാണിക്കുന്നത്, സർവത്ര പുലിവാല് കാണിക്കുന്നത്? അപ്പോ ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചോളൂ, സനാതനത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞത് സാമൂഹ്യ ഇടപെടലിലെ ഒരു പക്വത ഒരു വ്യക്തിയിലെ മൂല്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നുള്ളതാണ്. അയാളിൽ ഉണ്ടാവുക മാനവികത നിറഞ്ഞ പെരുമാറ്റം. ഈ മാനവികത എന്ന് പറയുന്നിടത്ത് പിന്നെയും പ്രശ്നമുണ്ട് കേട്ടോ. മനുഷ്യരാണ് ഈ കുരുത്തക്കേട് മുഴുവൻ കാണിക്കുന്നത്. മറ്റു ജീവികളെ മൃഗീയമം എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയില്, അതിൽ ആ മൃഗീയതയില് പട്ടിലും പൂച്ചയിലും ഒക്കെ നമ്മൾ കാണുന്ന സ്നേഹമാണ്.
മിക്കവാറും എല്ലാ ജീവികളിലും ഇതൊക്കെ തന്നെ. അവർക്ക് ഭയമുണ്ട്. കാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ജീവികൾക്ക് ഭയമുണ്ടതേ ഉള്ളൂ. അവരങ്ങനെ കയറി ആരും ഉപദ്രവിക്കാറൊന്നുമില്ല. എങ്കിലും തൽക്കാലത്തേക്ക് ഇത് തിരിച്ചറിയുന്ന ആളുടെ ആ അവസ്ഥയെ നമ്മൾ മാനവികത എന്ന് വിളിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാനവികതയുണ്ടെങ്കിൽ അത് മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാം. സംസ്കരിച്ച ഒരു ജീവിതശൈലി, സംസ്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് പോളിഷ്ഡ് ആയിട്ടുള്ള ഭാഷ, പോളിഷ്ഡ് ആയിട്ടുള്ള വസ്ത്രം, പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പോളിഷ്ഡ് ആയിട്ടുള്ള അയാളുടെ വ്യക്തിത്വം. അതായത് ഇപ്പോ എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നുകയാണ്, ആ ദേഷ്യം അതേപടി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യാം, എനിക്ക് ദേഷ്യം അതേപടി പ്രകടിപ്പിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടാൽ ആ സാഹചര്യത്തെയും ആ പശ്ചാത്തലത്തെയും ആ വ്യക്തിയെയും അത് ഹർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളതിനെ ഒന്ന് മയപ്പെടുത്തി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇരിക്കട്ടെ. അത് കാപട്യമല്ല. ഞാൻ ആ സാഹചര്യത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇടപെടാൻ പാകത്തിൽ ഒരു ആന്തരിക നിർധരണി കൊണ്ട് നടക്കുന്നു, ഒരു ഇന്റേണൽ എന്താ പറയാ ആൽഗോരിതം കൊണ്ട് നടക്കുന്നു എന്നാണ് അർത്ഥം. അതാണ് എന്റെ വാല്യൂ എന്ന് പറയുന്നത്. സഹജീവിതത്തെ മാനിക്കുന്ന ഒരു സമീപനം എന്റെ ഉള്ളിലുള്ള ആ ഒന്നുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ഞാൻ പരിസരത്തോട് ഇടപെടുന്ന രീതി, ആ ഇടപെടുന്ന രീതിയിൽ ഒരു 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 പ്രത്യേക രീതിയിൽ, എന്ന് വെച്ചാൽ റോ ആയിട്ട് ഡ്രൈ ആയിട്ട് കൊണ്ട് ഇടപെടുന്നതിന് പകരം അതിലൊരു പാകം ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ മൂല്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു വല്ലാത്ത വ്യത്യാസമുണ്ട്. അവിടെ മൃഗങ്ങൾക്ക് ഈ മൂല്യം പ്രകടിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു ഫാക്കൽറ്റി ഒന്നുമില്ല. മനുഷ്യനാണതുള്ളത്. മനുഷ്യനെ ഈ വ്യത്യസ്തനാക്കുന്ന സംഭവം എന്താ? സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ്. മൃഗങ്ങൾക്ക് സ്വതന്ത്ര ചിന്തയില്ല. അവരെപ്പോഴും ഡിപ്പെൻഡഡ് ആണ്. അവർക്ക് ഒരു ചിന്ത നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വെളിയിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ഒരു പട്ടിയെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. ആ പഠിപ്പിച്ചെടുക്കുന്നതനുസരിച്ച് അത് മുൻപോട്ട് പോകും. സ്വതന്ത്രമായി അതിനൊരു ചിന്തയില്ല. അപ്പൊ മനുഷ്യനുള്ളത് വെച്ചാൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവാണ്. ഭാവന അവന് മൂർത്തരൂപങ്ങളല്ലാതെ ഭാവന ചെയ്യാനുള്ള ഒരു ശേഷി അവനുണ്ട്. അത് നൽകുന്ന ഒരു ആന്തരിക സ്വാതന്ത്ര്യമുണ്ട് അവന്. അതുകൊണ്ട് തന്നെ അവന് ഈ തെരഞ്ഞെടുപ്പിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവനോട് നല്ല രീതിയിൽ പെരുമാറണോ, അവനോട് മോശമായി പെരുമാറണോ, അവൻ പെരുമാറാതിരിക്കണോ എന്ന രീതിയിൽ തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അത് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അതുകൂടെ ഉണ്ട്. അപ്പൊ അവിടെ ഈ വ്യക്തിത്വം എന്നുള്ളത്, ഈ മൂല്യമായിട്ട് പ്രകടമാകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അവിടെ ഈ അവന്റെ ഉള്ളിൽ സ്വയം രൂപപ്പെടുന്നത്. പട്ടിയിലെ പൂച്ചയിൽ അങ്ങനെയല്ല, ട്രെയിൻഡ് ആണ്, സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്, ടെറൈനിനനുസരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നത് അത് സ്വയം രൂപപ്പെടുന്നത് അവന്റെ ഭാവനയ്ക്കനുസരിച്ച്, അവന്റെ ചിന്തയ്ക്കനുസരിച്ച്, അവന്റെ ധർമ്മബോധത്തിനനുസരിച്ച് ആണ് ഇത് ഉണ്ടാവുക. അപ്പോ മനുഷ്യനിൽ ഈ ബോധം എന്ന് പറയുന്നത് ഉണ്ടായി അത് പ്രകടമാകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ മൂല്യം എന്ന് വിളിക്കുക, അല്ലെ? നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ഇപ്പൊ മൂല്യം. നമ്മൾ ഇന്നലെ ഇത് ചർച്ച ചെയ്താണെങ്കിലും അത് കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് ഒന്നുകൂടെ നമ്മൾ പറയുന്നത്. ഭാവനയ്ക്കനുസരിച്ചാണ് മൂല്യം. ഈ ഭാവന നമുക്ക് എത്രത്തോളം വർണ്ണാഭമാക്കുന്നോ, വൈവിധ്യപൂർണമാക്കാൻ കഴിയുന്നോ, ആ ഭാവനയ്ക്കകത്ത് എന്തെല്ലാം എലമെന്റുകളെ കൊണ്ടുവരാൻ കഴിയുന്നു, അതിനനുസരിച്ച് നമ്മുടെ മൂല്യ ദർശനം ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള മൂല്യത്തിന് വീക്ഷണം ഉണ്ടാവും. അതിലിപ്പോ നമുക്കൊരു ഐഡിയോളജിയുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നില്ല. ഐഡിയോളജിയുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാം, സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാം. ചില പ്രത്യേക നമ്മുടെ പാർട്ടി ഫോളോ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില പ്രത്യേക ആളുകളോട് പ്രത്യേക കരുണ, പ്രത്യേക ആളുകളോട് ഭയങ്കര വെറുപ്പ്, അത് പ്രത്യേകം വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ശരിക്കും അടിസ്ഥാനപരമായി അകത്തൊന്നും വരികയാണെങ്കിൽ എല്ലാവരോടും കരുണ, എല്ലാവരോടും സ്നേഹം എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. അപ്പോ ഈ ഭാവന എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ മൂല്യദർശനം ഉണ്ടാവുക. അത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള നമ്മുടെ ധാർമ്മിക നിലപാടിന്റെ ഒരു വെളിപ്പെടലാണ്. ആ വ്യക്തിഗത ധാർമ്മിക നിലപാടെന്ന് പറയുന്നത് ധർമ്മബോധം അകത്തുണ്ട്. വ്യക്തിഗതമാകുന്ന സമയത്ത് അതിന് ഭാവന കൊണ്ട് നമ്മളതിനെ രൂപപ്പെടുത്തും. അപ്പോഴാണ് അത് ജീവിതത്തിന് ദിശ നൽകുന്ന ഒരവസ്ഥയായിട്ട് മാറുന്നത്. അപ്പോ ഈ മൂല്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത്
കേവല ഭൗതികതയെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ ഒരാൾക്കുള്ള സ്നേഹം എന്നുള്ള വികാരം, ഒരു ഭയങ്കര റഫായിട്ടുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ശരീരം എന്നിരിക്കട്ടെ, വളരെ ബൾക്കായിട്ടുള്ള ഒരു ശരീരം, കണ്ടു കഴിഞ്ഞാൽ ഭീകരത തോന്നുന്ന ഒരു ശരീരം, പക്ഷെ അതിനകത്ത് സ്നേഹമുണ്ടാകും. പലരും ഭീകരരൂപികളായിട്ടുള്ള പല ആളുകൾക്കും ഉള്ളിൽ വളരെയേറെ കരുണയുള്ളതായി. അപ്പോ പലപ്പോഴും ഭൗതികതയ്ക്കും അപ്പുറത്താണ് മൂല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് നിന്നും തമ്മിൽ അസസ് ചെയ്യാനൊന്നും കഴിയില്ല അയാളുടെ ജീവിത മൂല്യം എന്നുള്ളത്. അപ്പോ വസ്തുവിൽ ഒതുങ്ങാത്ത ഒരു ജീവിത ബോധമാണ് ഈ മൂല്യം എന്ന് പറയുന്നത്. ഒരു കേവല വസ്തുവിന്റെ ഫ്രെയിം വർക്കിൽ ഒതുങ്ങുന്നില്ല. അതിന് കാരണമാകുന്നത് ആ വ്യക്തിത്വം എന്നുള്ളത് അതിന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗത്തിലൊരു മനസ്സ് അതിനകത്തുണ്ട്. ആ അർത്ഥത്തെ അത് അന്വേഷിക്കുന്നുണ്ട്. അവിടെ മനുഷ്യബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ജൈവ ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കേവലം ഭൗതിക ശരീരത്തിന്റെ ഒരു അളവിനോ അപ്പുറത്തേക്ക് അത് പോകുന്നത്. അവിടെ ആ സ്വാതന്ത്ര്യം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് അത് കേവലം ഭൗതികമായിട്ടുള്ള നീക്കുപോക്കുകൾക്കും അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആത്മീയത എന്നുള്ളൊരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിലാണ് നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാൻ കഴിയുക. നമ്മളൊരു സാമൂഹ്യ നിർമ്മിതിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടമായതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സാമൂഹിക ഇടപെടലിന്റെ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് അവെയർ ആകേണ്ടതുണ്ട്. സമൂഹവുമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പരസ്പര ബഹുമാനം എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടെ ജീവിക്കുന്നവർക്ക് മുന്നിൽ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മൂല്യമാണ് വിശ്വാസ്യത എന്നുള്ളത്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന ക്രൈസിസ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് വളരെയേറെ ചാലഞ്ചിങ് ആയിട്ടുള്ള വ്യവസ്ഥയിൽ നമ്മൾ മ്യൂച്വലി എന്താ പറയാ വിശ്വാസ്യത സൂക്ഷിക്കേണ്ടവരാണ്. അപ്പോ ആ വിശ്വാസം സൂക്ഷിച്ചാൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം അവിടെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ കഴിയുക. അടുത്ത ലോക്ക്ഡൌണുകളോ വിഭവ ദാരിദ്ര്യമോ വരൾച്ചയോ ഒക്കെ വരുന്ന കാലത്ത് നമ്മൾ ഈ മൂല്യാധിഷ്ഠിതമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സിംബയോസിസിലൂടെ പോകാൻ കഴിയുകയുള്ളൂ. അതിന് ഈ മൂല്യാധിഷ്ഠിത ആത്മീയത എന്നുള്ളത് വളരെയേറെ പ്രസക്തമാണ്. ഇപ്പോ ഒളിമ്പസ് പറയുന്ന ഒരു രീതി അനുസരിച്ച് മനുഷ്യന്റെ സൃഷ്ടിശക്തിയാണ് ഭാവന എന്ന് പറയുന്നത്. നമ്മുടെ ചോദനയാണ് മൂല്യങ്ങളുടെ ആന്തരിക ഉറവിടം എന്ന് പറയുന്നത്. അപ്പോ ആ മൂല്യങ്ങൾ, അതായത് ചോദന വ്യാലുണ്ടാകുന്ന സവിശേഷത, അത് നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നു. സ്വഭാവം എന്ന് പറയുന്നത് പ്രകടമായി കാണുന്നു. സ്വഭാവം എന്നുള്ളത് സാമൂഹിക ഇടപെടലിന്റെ അടിസ്ഥാനമായിട്ട് മാറുന്നു. അപ്പോ ആ സാമൂഹിക ഇടപെടലാണ് സഹജീവിതത്തിന് കാരണമാകുന്നത്. ഈ സഹജീവിതമാണ് ആത്മീയതയുടെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഓർഡർ മനസ്സിലായോ? അതായത് ഭാവന എന്നുള്ളത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതില് ചോദന എന്നുള്ളത് മൂല്യങ്ങളുടെ ആന്തരികമായിട്ടുള്ള മൂല്യങ്ങളുടെ ഒരു ഒറിജിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. അതിനെ ഭാവന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യും. അവിടെയാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാവുന്നത്. ചോദന മൂല്യത്തെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നു. അത് ഭാവന ഉപയോഗിച്ച് അതിന് ഷേപ്പ് ചെയ്യുന്നു. ആ മൂല്യങ്ങൾ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഷേപ്പ് ഉണ്ടാക്കുന്നു. സ്വഭാവം എന്ന് പറയുന്നത് സാമൂഹിക ഇടപെടലിന്റെ അടിസ്ഥാനമാകുന്നു. സാമൂഹ്യ ഇടപെടൽ എന്ന് പറയുന്നതാണ് ശരിയായ രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക ഇടപെടലാണ് നമ്മളിവിടെ പറയുന്ന മൂല്യാധിഷ്ഠിത ആത്മീയതയുടെ ഫലം എന്ന് പറയുന്നത്. അപ്പോ ഭാവനയിൽ നിന്ന് മൂല്യത്തിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് വിശ്വാസ്യതയിൽ നിന്ന് സുസ്ഥിര സമൂഹം. ഈ ഒരു ക്രമത്തിൽ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ പരിവർത്തനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. മൂല്യാധിഷ്ഠിത ആത്മീയത എന്ന് പറയുന്നത് ഒന്നാമത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നടക്കുകയുള്ളൂ. വേണ്ട, നിങ്ങൾ ഒരു കുടുംബ ജീവിതം നടത്തുകയാണെങ്കിൽ തന്നെ, ഒന്നിലധികം പേരുമായിട്ട് ചേർന്ന് നിങ്ങൾ ഒരു സഹവർത്തിത്വം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അവിടെ കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു വാല്യൂ ബേസ്ഡ്
ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ആത്മീയത നിർവചിക്കേണ്ടി വരുന്നത്. അത് മതവാദിക്കാണെങ്കിലും ശരി, ആത്മീയവാദിക്കാണെങ്കിലും ശരി, യുക്തിവാദിക്കാണെങ്കിലും ശരി, ഒരു വാദവും ഇല്ലാത്തവർക്കാണെങ്കിൽ എല്ലാവർക്കും യോജിക്കാൻ പറ്റണം. അപ്പൊ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മൂല്യത്തെ മനസ്സിലാക്കാനാണ് നമ്മൾ മൂല്യാധിഷ്ഠിത, അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ആത്മീയത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂല്യാധിഷ്ഠിത ആത്മീയത എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് ജീവിതത്തെ നയിക്കുന്ന ആന്തരികമായിട്ടുള്ള മാനദണ്ഡമാണ് നമ്മൾ പറഞ്ഞത്. സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ അടിത്തറയാണ്. ഒരു വ്യക്തിയിലുള്ള സമൂഹവുമായിട്ട് അയാൾ ഇടപെടുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്, അല്ലെ? അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. അവന്റെ ഉള്ളിൽ സ്വയം രൂപപ്പെടുത്തിയെടുക്കുന്ന അവന്റെ ഭാവനയും അവന്റെ ചോദനയും എല്ലാം കൂടെ ചേർത്ത് രൂപപ്പെടുത്തുന്ന സവിശേഷതയാണ് ആ മൂല്യം എന്ന് പറയുന്നത്. അത് അവന്റെ ഭാവനയെ ആധാരമാക്കിയിട്ടാണ് ഉണ്ടാവുന്നത്. അത് ഭൗതികതയെ അതിജീവിക്കുന്ന ഒന്നാണ്. അവന്റെ കേവല ഭൗതികതയില് വസ്തുവിലോ അവന്റെ ശരീരത്തിലോ ഒന്നും ഒതുങ്ങാത്ത ഒന്നിലാണ് ഈ മൂല്യം ഉണ്ടാവുന്നത്. ശരീരത്തെ മാത്രം നോക്കിയാൽ നമുക്ക് മൂല്യത്തെ വിലയിരുത്താൻ കഴിയില്ല. അപ്പോ ശരിക്കും സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ഭൗതികതയ്ക്ക് അതീതമായ ആളിൽ നിൽക്കുന്ന ആ മൂല്യം പ്രവർത്തിക്കണം. അപ്പോ അതിനുള്ള യാത്ര എന്ന് പറയുന്നത് ഇതാണ്, ഭാവനയിൽ നിന്ന് മൂല്യത്തിലേക്ക്. അതായത് അടിസ്ഥാന ചോദന എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അടിസ്ഥാന ചോദനയാണ് അയാളിൽ അത് മൂല്യത്തെ ഉണർത്തിവിടുന്നത്. അത് ഭാവന കൊണ്ട് മൂല്യത്തിന്റെ രൂപത്തിലേക്ക് വരുന്നു. മൂല്യം എന്നുള്ളതിൽ നിന്നും സ്വഭാവം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. സ്വഭാവം എന്നുള്ളത് അനുസരിച്ചാണ് പെരുമാറ്റം. പെരുമാറ്റം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. അതിന് വിശ്വാസ്യത നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും. പക്ഷെ എല്ലാം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിലയുടെ ഒരവസ്ഥ ഉണ്ടാവുന്നു. ആ വിശ്വാസ്യതയാണ് സുസ്ഥിര ജീവനത്തിലേക്ക്, നമ്മളെ സുസ്ഥിര ജീവന സമൂഹത്തിലേക്ക് നമ്മൾ നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വിധത്തിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആത്മീയതയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില മൂല്യങ്ങളെ കുറിച്ചും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ സാമാന്യീകൃത ആത്മീയതയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.